ഇതാ സ്പ്രേയറിംഗ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയില കൊണ്ട് ഒരു മീൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മുളക് പൊടി ചേർക്കാതെ കുരുമുളക് പൊടി ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊക്കെ മത്തിയൊക്കെ ചെറിയ ഇഷ്ടം പോലെ കിട്ടുന്ന സീസൺ ആകുമ്പോൾ അതൊക്കെ ചെറിയ അയിലയും മത്തിയൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ കുക്കിങ്ങിലൊക്കെ കൂടുതൽ കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മുളക് പൊടിയുടെ ഉപയോഗം കുറച്ചത്. അപ്പം നമ്മളിത് കുറച്ച് കുരുമുളക് രണ്ടര സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അയില നന്നായി വരണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെറിയ അയിലയാണ് കൂടുതൽ നല്ലത്, എനിക്ക് വലുതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നന്നായി വരണ്ട് വെച്ചിട്ടുണ്ട്, 3-4 കിട്ടിയിട്ടുണ്ട്. പിന്നെ സവോള, തക്കാളി, വാളംപൊടിയാണ് നമ്മളതിൽ ചേർക്കുന്നത്. അത്രയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇഞ്ചി, പച്ചമുളകും കറിവേപ്പില ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെ, ഒരു വേനെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ കുരുമുളക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അതൊന്ന് അരച്ചെടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ആ സമയം കൊണ്ട് ഇതവിടെ നിന്ന് ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്കത് ചൂടാറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ. ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, അപ്പോൾ നല്ലത്. കുറച്ച് ഉലുവ, 1/4 സ്പൂൺ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. കുരുമുളക് നന്നായിരുന്നു വെന്ത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഉലുവ ഒന്നായി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തളച്ചിട്ട് കൊടുക്കാം. നാല് പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇപ്പോൾ കുരുമുളക് പൊടി, പച്ചമുളക് മാത്രമാണ് നമുക്ക് എരിവിനുള്ളത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂടി വയ്ക്കുക. ചൂടാറിയ ആ കുരുമുളക് നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ് മിക്സിയുടെ ജാറിൽ. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞത് കുരുമുളക് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് സ്വല്പം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പച്ചക്കുത്ത് മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് കുപ്പിച്ചെടുക്കാം. ഏകദേശം ഇതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ വാളംപുളി ഒരു വലിയ നെല്ലിക്ക എളുപ്പത്തിൽ പിഴിഞ്ഞ് വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാണ്. ആവശ്യത്തിന് നമ്മൾ ആ കുരുമുളകിൻ്റെ മിക്സിയുടെ ജാറിൽ ഉള്ള വെള്ളമൊക്കെ നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നു. അധികം കുറുകിയ ചാറാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കരുത്. നല്ലൊരു കുറുകിയൊരു പരുവത്തിൽ ഇരിക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ മാത്രം നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഈ കുരുമുളകൊക്കെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ച് തന്നെ 5 മിനിറ്റ് വേവിച്ചുള്ള പിന്നെ തുറന്ന് വയ്ക്കുകയാണ് ചെയ്തത്. കാരണം നന്നായിട്ട് കുറുകിയ ചാറാണ് ഇതിന് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച്
പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് കറിവേപ്പില ഉള്ളിട്ട് കൊടുക്കുക. ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ അയിലക്കറി ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് ആദ്യം നിങ്ങൾക്ക് പറയാം. നമ്മൾ വാളംപൊടിയാണ് അതിൽ ചേർക്കുന്നത്. കുരുമുളക് പൊടിയും പച്ചമുളക് അത് മെയിനായിട്ട് നമ്മൾ എരിവിന് ചേർക്കുന്നത് ആണ്. മുളക് പൊടി നമ്മൾ ചേർക്കാതെ ഒരു ചെറിയ മത്തിയും ചെറിയ അയിലൊക്കെ നിങ്ങൾ അതിൽ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് 2-3 ചെറിയ സ്പൂൺ കുരുമുളക് വെള്ളത്തിലിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചു. അതൊന്ന് മിക്സിയിൽ ജാറിലൊന്ന് അരച്ചെടുത്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മൺചട്ടിയാണ് ഞാൻ എടുത്തത്. അതിൽ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉലുവ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൽ നമ്മൾ കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2-3 ചെറിയ സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്ത് അത് കഴിഞ്ഞ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്തത് നമ്മൾ ചേർത്ത് കൊടുത്ത് അതൊന്ന് താളിച്ചത് വരുമ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത്. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല അതിൽ. പിന്നെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാളംപുളി അതനുസരിച്ച് എന്തോരം പുളിക്ക് ആവശ്യമുണ്ട് അതനുസരിച്ച് നമ്മൾ വാളംപുളി ചേർത്ത് കൊടുത്ത് പിഴിഞ്ഞ് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി. അതൊന്ന് തിളച്ച് ആ വെള്ളത്തിലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് മീൻ വരഞ്ഞ് വെച്ച മീനുകൾ അയിലയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ തുറന്ന് വെച്ചിട്ട് ഒന്ന് കുറുകിയ ചാറ് കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നമ്മൾ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയായ രീതിയിലുള്ള അയില നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല കുരുമുളക് ചുട്ട് വെച്ച അയില കറി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ടാറ്റ ബൈ.